എനിക്ക് ഈ കാറിലൊന്നും യാത്ര ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ. സ്കൂട്ടറാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഓട്ടോയും ബസ്സും ഒക്കെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ കാറ്. പിന്നെ ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് കാറിലേ പോകാൻ പറ്റത്തുള്ളൂ, അതേ വേറെ കാര്യം. ഇതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാനിന്ന് ഓട്ടോയിൽ കയറി, സ്കൂട്ടറിൽ കയറി, അതൊക്കെ കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. സ്കൂട്ടർ എടുത്ത് നേരെ വന്നപ്പോഴേക്കും ടയർ പഞ്ചർ ഒട്ടിക്കാൻ നോക്കിയപ്പോഴേക്കും ആ ടയർ ഫുൾ പഞ്ചർ കേട്ടോ. അതിനി ഒട്ടിക്കാനൊരു സ്ഥലം ബാക്കിയില്ല. ഒട്ടിക്കാനൊരു സ്ഥലം ബാക്കിയെന്നില്ല, ആ ടയർ തേഞ്ഞ് മുട്ടയായി. ഇനി ആ ടയർ മാറ്റിയാലേ പറ്റത്തുള്ളൂ. പിന്നെ ആ ടയർ മാറ്റാനായിട്ട് ഏട്ടൻ പോയി. ഞാൻ സുഡിയിലേക്ക് വന്ന വരവാട്ടോ. പിന്നെ സുഡിയിൽ ഇറങ്ങേണ്ടി വന്നു. എന്നിട്ട് ഞാൻ നേരെ ഊബർ വിളിച്ച് പോകേണ്ടി വന്നു. ഊബർ വിളിച്ച് പോയപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. കുറച്ചങ്ങോട്ട് പോയത് മഴയെന്ന് വെച്ചാൽ ഭീകര മഴ. ആ കുഴപ്പമില്ല, മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാമെന്ന് കരുതിയപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. മഴ ഫുൾ എന്നെ കുളിപ്പിച്ചാവും ഓട്ടോയിൽ. അതുവരെ കർട്ടൻ ഇട്ട് പോകണ്ടെന്നൊക്കെ കരുതി പോയതാണ്. കർട്ടൻ മീൻസ് ഓട്ടോയിൽ രണ്ട് സൈഡിലൊരു കർട്ടൻ ഉണ്ടാവുമല്ലോ, അത് ഇട്ട് പോകണ്ടെന്നൊക്കെ കരുതിയാണ്. പിന്നെ ഒരു രക്ഷയില്ല കർട്ടനൊക്കെ പിടിച്ചിട്ട് കേട്ടോ. എവിടെ ഇത് നനയേണ്ട മഴ അത്രയും നനഞ്ഞു. എന്നിട്ട് ഓട്ടോ ചേട്ടൻ കൊണ്ടുവന്ന് താഴെ വന്നതും വണ്ടി അങ്ങ് നിർത്തി. കാരണം മുകളിലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ആ ചേട്ടനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഇങ്ങനെ കിടക്കുന്ന റോഡിൽ കൂടെ ആ ചേട്ടൻ പാവം എങ്ങനെ ഓട്ടം കൊണ്ട് മുകളിലേക്ക് വരും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നനഞ്ഞുകൊണ്ട് പൊക്കോളാം. നല്ല മഴയുണ്ട് കേട്ടോ, ഭീകര മഴയുണ്ട്. പക്ഷെ അത് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അത്രയും മഴയും നനഞ്ഞുകൊണ്ട് ഞാൻ മുകളിലേക്ക് നടന്നു വന്നു. പാവ ചേട്ടൻ കൊണ്ട് കയറുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഈ മഴയുടെ കാഠിന്യം കൊണ്ട് എന്തായാലും റെയിൻകോട്ട് വാങ്ങിക്കാൻ തീരുമാനിച്ചു കേട്ടോ. റെയിൻകോട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം കീറി പറഞ്ഞൊക്കെ പോയി. അപ്പോൾ പിന്നെ പുതിയത് ഓരോന്ന് വാങ്ങിച്ചേക്കാന്ന് കരുതി. വേദയ്ക്കുള്ളത് നല്ലതായിട്ടിരിപ്പുണ്ട്. എൻ്റെതും ഏട്ടൻ്റെതും ഒക്കെ കീറി കേട്ടോ. എനിക്കില്ല, ഉണ്ടായിരുന്നത് എവിടെയൊന്നും കാണാൻ പോലുമില്ല. ഏട്ടന് ഇപ്പോൾ ഉണ്ടായിരുന്നത് കീറി. അതുകൊണ്ട് എന്തായാലും ഇന്ന് വാങ്ങിച്ചേക്കാന്നും പറഞ്ഞ് നേരെ സാബല്യം കോംപ്ലക്സിൽ വന്ന് സാധനം വാങ്ങിക്കുകയാണ്. മഴയത്ത് ഈ സ്കൂട്ടറിൽ പോകാൻ എന്താ സുഖമെന്ന് അറിയോ? എനിക്ക് വെയിലാണ് പറ്റാത്തത്. മഴയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടാണ് റെയിൻകോട്ടൊക്കെ വാങ്ങുന്നത്. മഴയത്ത് കാർ എടുത്തുകൊണ്ട് പൊക്കൂടെയെന്ന് നിങ്ങൾ കരുതും. പക്ഷേ സ്കൂട്ടറിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. നമുക്ക് ഈ മഴയത്തൊക്കെ എന്ത് ബ്ലോക്കാണെന്നറിയോ റോഡൊക്കെ. സ്കൂട്ടറാകുമ്പോൾ എവിടെ കൂടെ വേണമെന്ന് ഒഴുങ്ങി കയറി പോവാം. അതിനൊന്നും ഒരു പാടുമില്ല. പിന്നെ ഇനി മഴയത്തൊരു ഐസ്ക്രീം കൂടെ കഴിച്ചേക്കാന്ന് കരുതി.